ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്പിൾ ഈക്കോസിസ്റ്റം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എയർപോഡ്സ് പ്രോയിനെ കുറിച്ചാണ്. എയർപോഡ്സ് പ്രോ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു കിടിലൻ പ്രോഡക്റ്റാണ്. ഈ വീഡിയോയിൽ നമ്മൾ എയർപോഡ്സ് പ്രോയിൻ്റെ ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് എയർപോഡ്സ് പ്രോ എന്ന് പറയുന്നത്. നമ്മൾ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കിലായിട്ടൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പോർഷൻ കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് വയേർഡ് ചാർജിങ്ങിനായിട്ടുള്ള ലൈറ്റ്നിങ് പോർട്ടും കാണാവുന്നതാണ് ഇതിനകത്ത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു LED ഇൻഡിക്കേഷനും ബാക്കിൽ അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം ആപ്പിളിൻ്റെ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ എയർപോഡ്സ്. രണ്ട് എയർപോഡ്സിനകത്തും നമുക്ക് ഈ കേസ് പോലെ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള എയർപോഡ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ടിലെ LED ഇൻഡിക്കേഷൻ നമ്മൾ ഈ എയർപോഡ് പ്രോയിൻ്റെ കേസിൻ്റെ ചാർജിങ് ലെവലാണ് കാണുന്നത്. ഇത് ഗ്രീൻ ആണെങ്കിൽ 90 എബവ് ചാർജ് ഉണ്ടെന്നാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചാർജിങ് കേസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ചാർജിങ് കേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പർ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരിയൽ നമ്പർ നമുക്ക് പ്രോഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ നമുക്ക് ഈ ഒരു ചാർജിങ് കേസിലും അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് എയർപോഡ്സിലും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ എയർപോഡ്സ് ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനകത്തൊരു സിലിക്കൺ ഇയർ ടിപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിതിനകത്ത് 3 സൈസിലാണ് ഇത് കിട്ടുന്നത്: സ്മോള്, മീഡിയം, ലാർജ്. ഇതേപോലെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്കിതിനകത്ത് സീരിയൽ നമ്പർ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് സ്പീക്കറും മൈക്രോഫോൺസുമാണ് കാണുന്നത്. ഈ കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് അടിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് എങ്ങനെയാണ് നമുക്ക് പെയർ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു ഐഫോണിൽ ഇതെങ്ങനെയാണ് പെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഡിവൈസ് നമ്മൾ ഐഫോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ ചാർജിങ് കേസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്രയുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ചാർജിങ് ലെവൽസും അതുപോലെ തന്നെ എയർപോഡ്സ് പ്രോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണുന്നതാണ്. നമുക്കിത് ക്ലോസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മളത് ഡിസ്കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ആപ്പിൾ ഈക്കോസിസ്റ്റത്തിനകത്ത് നമുക്ക് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ്സൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഡിവൈസ് എങ്ങനെയാണ് മാക്ബുക്കിൽ കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മാക്ബുക്കിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ പോവുക. ബ്ലൂടൂത്തിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എയർപോഡ്സ് പ്രോയിനെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ കണക്റ്റ് ആവുന്നതാണ് ഈ ഒരു എയർപോഡ്സ് പ്രോ മാക്ബുക്കായിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ചാർജിൻ്റെ പെർസെൻറ്റേജ്, അതായത് ഇതിനകത്ത് എത്ര ചാർജ് ബാലൻസ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണുന്നതാണ്. അതായത് ചാർജിങ് കേസിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ലെഫ്റ്റ് എയർപോഡിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് എയർപോഡിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഐഫോൺ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഐഫോൺ ഇതിനകത്ത് പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് പെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ലാപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഐഫോണിലും നമുക്കിത് കാണണം. നമുക്ക് പെട്ടെന്നൊരു വീഡിയോ എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മൾ ഐഫോൺ ജസ്റ്റ് അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കണക്റ്റ് ആവുന്നതാണ്.
ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിലുള്ള ഡിവൈസുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് മാക്ബുക്കിൽ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു നമുക്ക് ഈ എയർപോഡ്. അപ്പം നമ്മൾ ഈ ഐഫോൺ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ഐഫോൺ ഇതിനകത്ത് കണക്റ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പം നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് ചെയ്യും, അതായത് നമ്മൾ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഐഫോൺ നിയർ ബൈ ആണ്, അതിനകത്തേക്ക് കണക്റ്റ് ചെയ്തു, അങ്ങനത്തെ ഉള്ള പ്രോംപ്റ്റ്സൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഐഫോൺ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കത് പെയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഈസിയാണ്. കണ്ടോ, നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കാണാം എയർപോഡ്സ് പ്രോ കണക്റ്റഡ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ഐഫോണിൽ വരും. അപ്പോൾ നമുക്ക് ഐഫോണും ഈ ഒരു എയർപോഡ്സ് പ്രൊയായിട്ടുള്ള കണക്ടിവിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് മാക്ബുക്കിൽ എങ്ങനെയാണ് അത് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്കിതിനകത്ത് കുറേ മൂന്നാല് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാനും നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാനും അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റിയാണ് ഈ ഒരു മാക്ബുക്കിൽ നമുക്ക് ഈ ഒരു എയർപോഡ്സ് പ്രോ കണക്ട് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഐഫോൺ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഐഫോണിലേക്ക് പെയർ ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് നമുക്ക് ഈ മാക്ബുക്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മാക്ബുക്ക് ഈ ഒരു എയർപോഡ്സ് പ്രോയിൽ കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് മുകളിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഐഫോണിൽ എന്തൊക്കെയാണ് സെറ്റിങ്സുകൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ട്രാൻസ്പെറൻസി മോഡ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഇയർപോഡ്സിനകത്തുള്ള നമുക്ക് ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒന്നുകിൽ സിറി ചെയ്യാനോ അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷനും ടോഗിൾ ചെയ്യാനുള്ളതായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ഇയർ ടിപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇയർ ടിപ്പിൻ്റെ ഫിറ്റിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് ഈ ടെസ്റ്റ് റിസൾട്ടായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ മെയിൻ ഫീച്ചറായ സ്പേഷ്യൽ ഓഡിയോ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിനകത്തൊരു സ്വിച്ച് ഉണ്ട്, അതായത് സ്പേഷ്യൽ ഓഡിയോ എനേബിൾ ചെയ്യാൻ പറ്റും. നമുക്ക് സ്പേഷ്യൽ ഓഡിയോയും സ്റ്റീരിയോ ഉള്ള വ്യത്യാസമാണ് നമുക്ക് ഈ രണ്ട് മെനു ടോഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ താഴെ കാണുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സപ്പോർട്ടഡ് കണ്ടൻസിലൊക്കെ നമുക്ക് സ്പേഷ്യൽ ഓഡിയോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾ സെൻറ്ററിലും ഇതേ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ട്രാൻസ്പെറൻസി മോഡോ എനേബിൾ ചെയ്യാനും അതേപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൺട്രോൾ സെൻറ്ററിലും ലഭ്യമാണ്. ഇനി നമുക്ക് എയർപോഡ്സിൻ്റെ ബട്ടൺസും അതിൻ്റെ ആക്ഷൻസും ആണ് നമുക്ക് നോക്കുന്നത്. ഈ ഒരു ബട്ടണിൽ നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേ ബാക്ക് പോസ് ആവുകയും ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക് പ്ലേ ചെയ്യുകയും ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രീവിയസ് ട്രാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആക്റ്റീവ് നോയ്സ് കൺട്രോളും ട്രാൻസ്പെറൻസി മോഡൊക്കെ ടോഗിൾ ചെയ്യുന്നതും ഈ സെയിം ബട്ടൺ ഉപയോഗിച്ചിട്ടാണ്. അത് ഏതർ ലെഫ്റ്റ് ഓർ റൈറ്റ് നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്, ഏതിനകത്താണ് എന്ത് കൺട്രോളാണ് വേണ്ടതെന്നുള്ളത്. ഈ എയർപോഡ്സ് പ്രോയിൽ ഞാൻ കണ്ടേക്കുന്ന മെയിൻ പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ചോ സംവിധാനമോ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിറിയുടെ സഹായം വേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ ഫോണിൻ്റെ വോളിയം അപ്പും ഡൗണും ബട്ടൺ ഉപയോഗിച്ചിട്ട് വോളിയം കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് കൺട്രോളും അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും വളരെ മികച്ച നിലവാരം പുലർത്തുന്നതാണ്. സോ ഇത് നമുക്ക് 2021 നമുക്കൊരു മികച്ച ഒരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക.